കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹത്വമാണ്. മഹത്വം നിന്റെ തലമുറയ്ക്കും, മഹത്വം നിന്റെ വീടിനകത്തും, മഹത്വം നിന്റെ ശുശ്രൂഷയിൽ ചലിക്കാൻ തുടങ്ങിയ ചരിത്രം തിരിയും. മറ്റൊന്ന് ദൈവാത്മാവിനെ കാണിച്ചത്, രാജീവ് ഗാന്ധിയും മഹാത്മാഗാന്ധിയും മരണപ്പെട്ടതുപോലെ ചില മരണങ്ങൾ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും സംഭവിക്കും. ദൈവഹിതമില്ലാത്ത സംഭവിക്കാതിരിക്കട്ടെ, ദൈവഹിതമാകുന്നത് സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ രാജ്യത്തിൻ്റെ മേലധികാരികളെ ദൈവം സംരക്ഷിക്കട്ടെ. അത് ഇന്ത്യയിൽ മാത്രമല്ല, പല രാജ്യങ്ങളിൽ അത് സംഭവിക്കും. ഇപ്പോൾ കാണുന്നത് ഖമനയെ ഈ പറയുന്ന ഇസ്രായേൽ US കോമ്പാറ്റ് ഓപ്പറേഷനിൽ കൊലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ്. നമ്മൾ ഈ കാണുന്ന പുകപടങ്ങൾ വരുന്നത് ഖമനയുടെ ആസ്ഥാന മന്ദിരത്തിൽ നിന്നാണ്. ഈ മന്ദിരത്തിനുള്ളിലായിരുന്നു ഖമനയെ കഴിഞ്ഞിരുന്നത്. ഖമനയെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത് പല പല കെട്ടിടങ്ങളിലായാണ്. ആ കെട്ടിടങ്ങളിലേക്ക് ഈ പറയുന്ന US അമേരിക്ക കോമ്പാറ്റ് നടത്തിയ പ്രിസൈസ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ആക്രമണത്തിന് ശേഷമുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇന്നലെ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിരുന്നു. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഇസ്രായേൽ പറഞ്ഞത് അവിടെ ഖമനയെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു പ്രോബിലിറ്റി പറഞ്ഞത്. പിന്നീട് ഈ സ്ഥിരീകരണം ഉണ്ടായത് ഇന്ന് രാവിലെയാണ്. ഇറാൻ ഇതടക്കം ഖമനയെ കൊല്ലപ്പെടുന്ന കാര്യം സ്ഥിരീകരണം ഉണ്ടാക്കുന്നത്. ഈ ഖമനയെ കൊലപ്പെടുത്തുന്ന ആ പറയുന്ന ടെഹ്റാനിലെ തന്നെ ഏറ്റവും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ ഇടത്ത് ഇസ്രായേൽ അമേരിക്ക സൈന്യം സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ഒരു ബ്ലാസ്റ്റിന് പിന്നാലെയാണ് ഖമനയെ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുന്നത്. ഖമനയുടെ കൊലപാതകം തന്നെ ഇറാനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമാണ്. ഈ പറയുന്ന പോലെ ഞെട്ടിക്കുന്ന ഒരു തിരിച്ചടിയാണ് ഇറാൻ ഉണ്ടായിരിക്കുന്ന. കനത്ത തിരിച്ചടി ഇറാന് മേൽ ഉണ്ടായ നിമിഷങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ടെഹ്റാനിലെ ഈ പറയുന്ന ഖമനി താമസിച്ചിരുന്ന ഖമനയുടെ ഓഫീസ് ഉണ്ടായിരുന്ന പതിവ് ദിവസമായിരുന്നു ഖമനയ്ക്ക് ഇന്നലെ. പതിവ് പോലെ തന്നെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് ടെഹ്റാനിൽ ഈ പറയുന്ന മേഖലയിൽ ഉണ്ടാകുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. കാരണം അവരുടെ സുപ്രീം ലീഡറിന്റെ ജീവൻ രക്ഷിക്കാൻ അവർക്കായില്ല എന്ന് പറയുമ്പോൾ ഇറാന്റെ ഇന്റലിജൻസ് വിങ്ങിന് വന്ന കനത്ത വീഴ്ച കൂടിയാകുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം പീസ് നെഗോഷിയേഷൻ ടോക്സും ഈ പറയുന്ന പോലെ ന്യൂക്ലിയർ ഡിസാർമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒരു ഭാഗത്ത് തുടരുന്നതിനിടെ ഇങ്ങനൊരു ആക്രമണം ഇറാൻ പ്രതീക്ഷിച്ചില്ല. അമേരിക്കയും ഇസ്രായേലിനെയും ഇറാൻ വിശ്വസിച്ചു എന്നതാണ് ഇറാന് പറ്റിയ ഏറ്റവും വലിയ കോട്ടം. ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് അപ്രതീക്ഷിതമായി നൽകിയ പ്രത്യാഘാതങ്ങൾ, അപ്രതീക്ഷിതമായി നൽകിയ ഇറാനുമേൽ പതിച്ച പ്രകമ്പനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യങ്ങളാണ് ആയത്തുല്ലാ ഖമനൈ എന്ന അവരുടെ സുദീർഘകാലത്ത് സുപ്രീം ലീഡറായ അവരുടെ പൊളിറ്റിക്കൽ പ്ലസ് തിയോക്രാറ്റിക് ഹെഡായ ആയത്തുല്ലാ ഖമനൈയെ കൊലപ്പെടുത്തിയ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ആക്രമണം ടെഹ്റാനിൽ ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഖമനൈ കൊല്ലപ്പെട്ടുന്ന രീതിയിൽ പല വൃത്തങ്ങളിൽ നിന്ന് വാർത്തകൾ വന്നിരുന്നു. അതിൽ സ്ഥിരീകരണം ഇന്നലെ രാത്രി ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം മാത്രമാണ് വരുന്നത്. ആ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ട്രംപ് ഇടുന്നു, ഖമനൈ കൊല്ലപ്പെട്ടു എന്ന പോസ്റ്റിന് പിന്നാലെ 5 മണിക്കൂർ കഴിഞ്ഞ് മാത്രമാണ് ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം ഉണ്ടായത്. കരഞ്ഞുകൊണ്ട് അവരുടെ നാഷണൽ ടെലിവിഷനിൽ ആ ആങ്കർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയും നമ്മൾ കേട്ടതാണ് ഖമനൈ കൊല്ലപ്പെട്ടു എന്ന്. അങ്ങനെ ഖമനൈ കൊല്ലപ്പെട്ടതിന്റെ, ഖമനൈ എങ്ങനെ കൊലപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നിർണായകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു വ്യോമാക്രമണമായിരുന്നു, അത് ഒരു മിസൈൽ ആക്രമണമായിരുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അനുമാനിക്കുന്നത്. ഒരു വലിയ മന്ദിരമാണ്, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സുരക്ഷാ സന്നാഹങ്ങളുള്ള മന്ദിരമാണ്. അവിടെ ഈ പറയുന്നത് പോലെ എയർ ഡിഫൻസ് മിഷനറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും അതെല്ലാം ഭേദിച്ചുകൊണ്ട് ഈ പറയുന്ന ഏറ്റവും നിർണായകമായ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഭരണകാര്യം നിർവഹിക്കുന്ന ആസ്ഥാന മന്ദിരത്തിലുണ്ടായ ആക്രമണം ഈ പറയുന്ന അവരുടെ സുപ്രീം ലീഡറായ ആയത്തുല്ലാ ഖമനൈ നേരത്തെയും ഒരുപാട് തവണ ഇസ്രായേൽ പല ആവർത്തി വധിക്കാൻ ശ്രമിച്ച എന്നാൽ പരാജയപ്പെട്ടു പോയ ആയത്തുല്ലാ ഖമനൈയെ നിഷ്പ്രയാസം ഇല്ലാതാക്കുന്ന ആ ബ്ലാസ്റ്റിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സുപ്രധാന വാർത്ത കൂടി വരികയാണ്. അല്പസമയം മുമ്പാണ് അയത്തുള്ള അലി റസ അറാഫി, ഇറാന്റെ പുതിയ പരമോന്നത നേതാവ്, പരമോന്നത സമിതിയിലെ അംഗം, അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. അല്പം മുമ്പാണ് ഇസ്രയേലിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിനു നേരെ ആക്രമണമുണ്ടായെന്ന് ഇറാൻ IRGC അവകാശവാദം ഉന്നയിച്ചത്. നെതന്യാഹുവിന് ഏതെങ്കിലും തരത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തത ഇപ്പോഴും വരുന്നില്ല. അതിനിടയിലാണ് അയത്തുള്ള അലി റസ അറാഫി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാനുമേൽ വീണ്ടും കനത്ത പ്രഹരം തന്നെയാണ് ഏറ്റിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും മനു ഭരത്താണ് ചേരുന്നത്. മനു, എന്താണ് ഈ സംബന്ധിച്ച് സ്ഥിരീകരിക്കാവുന്ന വാർത്തയാണോ ഇത്?
കിരൺ, വാർത്ത സ്ഥിരീകരിക്കാറായിട്ടില്ലെങ്കിലും ഇത് വ്യാപകമായി ഇത്തരം ഒരു പ്രചരണം ഇറാനിൽ നിന്ന് ഉണ്ടാകുന്നു. അവിടുത്തെ ഇടക്കാല പരമോന്നത നേതാവ് അലി റസ അറാഫി വധിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ജീവനോടെ ഇല്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാൻ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. നെതന്യാഹുവിൻ്റെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിന് നേരെ തങ്ങൾ ആക്രമണം നടത്തി എന്ന ഒരു വാദം റവല്യൂഷണറി ഗാർഡ്സ് കോർ മുന്നോട്ട് വയ്ക്കുന്നതിന് തൊട്ടു പുറകെയാണ് ഇത്തരത്തിൽ ഇറാന്റെ നിലവിലെ ഇടക്കാല പരമോന്നത നേതാവിന് കൂടി തൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഇന്ന് ഈ ടെഹ്റാനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ആണ് ഈ മരണം എന്ന് ഈ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. ഏതായാലും ആയത്തുള്ള അലി ഖംനേയി ടെഹ്റാനിൽ കഴിഞ്ഞ ശനിയാഴ്ച കൊല്ലപ്പെടുകയും തുടർന്ന് നടന്ന യോഗമാണ് ഈ 3 അംഗ സമിതിയെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ പദവി അല്ലെങ്കിൽ ഇടക്കാല നേതാവ് എന്ന നിലയിൽ ആണ് ആയത്തുള്ള അലി റസ അറാഫിയെ തെരഞ്ഞെടുത്തത്. അതോടൊപ്പം തന്നെ മൗസൂദ് പെഷിഷ്കാൻ എന്ന ഇറാൻ്റെ പ്രസിഡന്റും ഗോലാം ഹുസൈൻ എന്ന ചീഫ് ജസ്റ്റിസും ഉൾപ്പെടുന്ന ഒരു സമിതിയായിരിക്കും ഇത് ഭരിക്കുക എന്നവർ വ്യക്തമാക്കിയിരുന്നു. ഇറാൻ്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 111 അനുസരിച്ചാണ് ഇത്തരത്തിൽ ഒരു 3 മെമ്പർ ലീഡർഷിപ്പ് കൗൺസിൽ എന്ന തരത്തിൽ 3 അംഗ നേതൃത്വ കൗൺസിലിനെ തെരഞ്ഞെടുത്തത്. അതിൻ്റെ ഒരു താൽക്കാലിക പരമോന്നത പദവിയാണ് ഈ ആയത്തുള്ള അലി റസ അറാഫിക്ക് നൽകുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് നേരെ ആക്രമണം നടന്നു എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ഇറാനിൽ നിന്നുള്ള വാർത്താ സംഘങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇത്തരം പ്രചരണങ്ങൾ അവിടെ ഉണ്ട്. അത് വലിയ തോതിൽ ഇറാനെ ആശങ്കപ്പെടുത്തുന്നു. മറുവശത്ത് എന്താണ് ഈ നെതന്യാഹുവിൻ്റെ സാഹചര്യം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഇപ്പോൾ IDF-ന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുമില്ല. ഏതായാലും 2 കേന്ദ്രങ്ങളിൽ നിന്നും ഇതുപോലെ വ്യത്യസ്തമായ വാർത്തകൾ പുറത്തു വരികയാണ്. ഒന്ന് നെതന്യാഹുവിനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ ഇസ്രായേലിലെ എയർ കമാൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. അവിടെ ഈ ഖൈബർ ഷേഖിയാൻ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച്, ഈ മിഡ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ടെൽ-അവീവിലേക്ക് ആക്രമണം നടത്താൻ ഇറാന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, മറുവശത്ത് അവിടുത്തെ രണ്ടാമത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത നേതാവിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു എന്ന വിവരം കൂടിയാണ്, ഇസ്രായേലിന് ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഏതായാലും ഈ ഷിയ പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നത്, അലി റസ അറാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷിയ പുരോഹിതൻ, 67കാരൻ, ഇനി ഇറാനെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച ഒരു മത നേതാവ്, അത്തരം ഒരാൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ടോ? നടന്നെങ്കിൽ ഇനി അടുത്ത സംവിധാനം എന്ത്? ഭരണഘടനയുടെ 111 വകുപ്പനുസരിച്ചാണ് ഇറാനിൽ ഈ പുതിയ നേതൃത്വം ഇനി വരേണ്ടത്. അങ്ങനെ വന്നിട്ടുണ്ടോ? സ്ഥിരീകരണമുണ്ടോ? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇസ്രായേൽ ഏറ്റവും പ്രമുഖരായ ആളുകളെ തങ്ങൾ വകവരുത്തും എന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. ഒരു വശത്ത് ഹെസ്ബുള്ളയുടെ തലവനെ തന്നെ തീർക്കും എന്ന് പറയുന്നു. മറുവശത്ത് ഇറാനിലെ പ്രസിഡന്റ് മൗസൂദ് പെഷിഷ്കാനെയും അതുപോലെ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ഗോലാം ഹുസൈനെയും ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഏറ്റവും സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് ഈ യുദ്ധം നീളുകയാണ്.